അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സന്തോഷിക്കല വേണ്ടത്. അപ്പൊ ഒരു ഭാരം ഒഴിഞ്ഞിട്ടില്ല പച്ചാ. ഞാൻ എന്റെ പൊന്നു പോലെ നോക്കി എന്റെ പെണ്ണ് ഉള്ള എന്നെ ഇട്ടിട്ട് പോകുമ്പോ എന്തിനാ മോളെ ഞാൻ സന്തോഷിക്കുന്നെന്ന് പറഞ്ഞു. അതാണല്ലോ ഞാൻ ഈ 4 കാലില് വെള്ളം അടിച്ചിങ്ങനെ വിഷമിച്ച്. ഇമാരൊക്കെ പിടിച്ചെന്നെ ഇടിയും. ഇതാണ് എന്റെ കൊട്ടാരം. കുറച്ച് കാര്യങ്ങളേ ഉള്ളു. ഞാൻ ഒറ്റയ്ക്കാണ്ട് എന്റെ കണ്ണിലൊന്നും പോലും ഞാൻ പണിഞ്ഞിട്ടുണ്ട്. പെണ്ണ് പോയതിന്റെ വിഷമം ഇന്നും എനിക്കുണ്ട്. കാരണം 23-ാമത്തെ വയസ്സിലാണ് പോയെ. ഇപ്പൊ 70 വർഷമായി. അതെന്റെ ഒരു ആഗ്രഹമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്റെ ലൈഫിൽ എനിക്കൊരു ഭാര്യയെ വേണം. എന്റെ മനസ്സിന് നല്ലത് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കൊച്ച്, എന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൊച്ച്. എടോ പീതാംബര, ഒരു പെങ്കൊച്ചിന്റെ ഫ്രണ്ട് ഇരുന്നിട്ടാണോ ഇങ്ങനെ കാലും ഇതാക്കിയിരിക്കുന്നത്? ഷണ്ടിയെങ്കിലും ഇട്ടുവിടാ, അറ്റ്ലീസ്റ്റ് ഒരു ഷണ്ടിയെങ്കിലും ഇട്ടുവിടാ. എനിക്ക് കൊണ്ടുകൊണ്ട് ഇറങ്ങിയേക്കാ. അതെ അതന്നെ പുളിയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം കൊച്ചിന് എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടപ്പെട്ട എന്റെ പണ്ടത്തെ മറ്റേ ശോശാമ്മയുടെ അതേ ലുക്ക്, അതേ കണ്ണ്. അപ്പച്ചന് കുട്ടികളില്ലെങ്കിൽ ആ കുട്ടീനെ ഇങ്ങോട്ട് കണ്ടുകൂടെ? അപ്പച്ചന് ഒരു മകളായിട്ട് എനിക്ക് മോള് ജനിച്ചിട്ടില്ല. ഈ കഴിവില്ലെന്ന് പറഞ്ഞില്ല അവള് ഇടട്ടുമായിരുന്നു. ആണല്ലേ? അല്ല പക്ഷെ ഞാൻ മകളെ പ്രായണ്ട്. അയ്യോ, ഞാൻ എന്റെ കുട്ടി എന്റെ ഭാര്യ ആവണമെന്നൊന്നും അല്ല ഞാൻ മോളെ പറഞ്ഞു. കണ്ടാലേ ഒരു പ്രായമായിട്ട് തോന്നെങ്കിലും ഞാൻ വളരെ ക്യൂട്ടല്ലേ മോളെ? പിന്നെ അങ്ങനെ ഇതാണ് അവിടെ പോകുന്നതിന് മുമ്പ് എനിക്ക് എഴുതി വെച്ച എന്റെ സ്വത്ത്. ആണെങ്കിൽ മോളുടെ പേരൊക്കെ ഞാൻ എഴുതിയത് തരാം. ഈ സ്വത്ത് അപ്പച്ചക്ക് സ്വത്തിനോടൊന്നും വല്ല താല്പര്യമില്ല പച്ച. ഞാൻ അങ്ങനത്തെ കുട്ടിയല്ല പച്ച. ഞാൻ ഒരാളെ സ്വത്തും മോഹിക്കത്തില്ല പച്ച. പൈസ വേണ്ട. അങ്ങനെയാണെങ്കിൽ കുട്ടി വന്നിരിക്കുന്നത് കറക്റ്റ് അപ്പ ഈ അപ്പൻ്റെ ഒരു സ്വത്തും ഇല്ല. അപ്പൊ ആള് കാലിയാണ്. അപ്പൊ ആള് കാലിയാ, ഉള്ളിലൊന്നും ഇല്ലല്ലേ? ആരും ഇല്ലല്ലോടി മോളെ. അപ്പൊ ഇതൊക്കെ നമ്മൾ അതെ, ഇവനെ ഞാൻ പരിചയപ്പെടുന്ന 30-ാമത്തെ വയസ്സില. അന്ന് തൊലഞ്ഞതാ എന്റെ ജീവിതം. എനിക്ക് 50, 70, 90. അല്ലല്ല നമ്മളിപ്പോ വന്നിരിക്കുന്ന 60 കഴിക്കേണ്ടത്. മരുന്ന് കഴിക്കണം കേട്ടാ. 90-ാം വയസ്സ് ഒരു കല്യാണം. അല്ല അപ്പച്ച 90 വയസ്സിലൊക്കെ കല്യാണം. അപ്പച്ചനൊരു നല്ല കുട്ടീനെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ഞാനൊരു കാര്യം പറഞ്ഞങ്ങ് പറയാം. എനിക്ക് രാവിലെ രാത്രിയില് ബാറിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്റെ കാര്യങ്ങൾ നോക്കാനും എന്റെ മരുന്നുകൾ എടുത്ത് എനിക്ക് തരാനും അത് കറക്റ്റ് സമയത്ത് കുടിപ്പിക്കാനും എനിക്കൊരു പെണ്ണിനെ വേണം. അപ്പൊ ഒരു പെണ്ണിനെ വേണം അപ്പച്ചനെ. കുട്ടിക്ക് ആ പെണ്ണാവാൻ പറ്റുമോ? അതെ, എല്ലാം ഞാനൊരു ചിഗുമയാണ് കുഞ്ഞേതായിട്ട്. അപ്പച്ച സിഗ്മ എന്ന് പറയാം അപ്പച്ചനെ. ഇതിപ്പത്തെ ന്യൂ ജനറേഷൻ മുന്നേ ഉള്ള കാലത്ത് സിഗ്മയാണ് നമ്മളൊക്കെ. ഈ കഴിവില്ലാത്ത നമുക്ക് കഴിവില്ല, അതാണ് പെണ്ണില്ലാത്തത്. പക്ഷെ നമ്മൾ നിങ്ങൾ കഴിവില്ലാത്തോണ്ടല്ലേ രണ്ടെണ്ണം കയറി നിൽക്കണേ. അല്ലെങ്കിൽ നിനക്ക് ഈ ഇവിടെ നിർത്തൂലല്ലോ. പറഞ്ഞില്ലേ പിള്ളേ, നമ്മൾ ഈ സമയത്ത് നമ്മൾ അടിക്കാൻ പോയതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ വീട്ടില് നമുക്ക് ഇവിടെ പെൺപിള്ളേരെ കൊണ്ട് പോകാൻ പറ്റുമോ? എന്താണ്
അല്ല വീട്ടില് കുത്തിരുന്ന് രാമായണം വായിക്കുന്ന പ്രായത്തിൽ കുട്ടിയത് ഇങ്ങനെ ഒരുമാതിരി 90s വൈബ് സംസാരിക്കുന്നു. സത്യം 70s വൈബ് 70s തള്ള അപ്പച്ച 17 അതെ 70s ആ അതെ 20s തിരിഞ്ഞു വെച്ചു അപ്പച്ചനിപ്പോ കുട്ടിയെ പറഞ്ഞു പണ്ടെനിക്ക് ക്രഷ് ഉണ്ടായിരുന്നു ആരെടുത്ത് അല്ല കുട്ടിയോടല്ല എന്റെ ലൈഫില് എന്റെ ഭാര്യ അതെ അതെ എന്റെ ഭാര്യ പോയി കഴിഞ്ഞപ്പോ എനിക്ക് ക്രഷ് അടിച്ച ഒരു ആളെന്ന് പറയുന്നത് സുമതി തള്ളയായിരുന്നു. തള്ള എന്നൊക്കെ പറഞ്ഞ എന്തൊരു ലുക്കാന്നറിയാൻ കൂടി മോളെ അവർക്ക് അതെ അതെ അപ്പച്ച ശ്രദ്ധിക്കണം കേട്ടോ അപ്പച്ച അപ്പച്ച ഈ പ്രായത്തിൽ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ വരുന്നതാണ് അപ്പച്ച ഇത് നമ്മള് അപ്പച്ച നെർവിന് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല ഇപ്പഴും ഞാൻ സ്ട്രോങ് അല്ലേ തൊമ്മ മിസ്ലാനുണ്ടെന്നടി അല്ല അപ്പച്ച അപ്പച്ചനൊരു ഞരമ്പ് രോഗം ഉണ്ട് അടിച്ചിട്ടുണ്ട് കിട്ടിയല്ലടാ അപ്പച്ചനൊരു ഒരു പെഗ് അപ്പച്ചനെ വിളിച്ചോണ്ടടാ അപ്പച്ച പ്രായം 90 ആണെങ്കിലും എനിക്ക് BP ഇല്ല കേട്ടോ. ചിരിച്ചോളി ചിരിച്ചോളി ഇതൊക്കെ കേട്ട് ചിരിച്ച് കൂടെ ഇരിക്കാൻ പുള്ളിക്ക് അത്ര വേണ്ടടാ പറയാ അതായിരുന്നു എനിക്ക് വേണ്ടത്. കുട്ടികളുണ്ട് എന്താ ചന്തം മുടിയുണ്ടോ കറക്റ്റ് പോകുമ്പോഴേ പോലെ ബാക്കിൽ നല്ലൊരു അടക്കവും ഒതുക്കവും എന്ത് സത്യം ചുരിദാറൊക്കെ ഇട്ട് ആരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ അതേ വൈബ് കൊച്ച 70 കാലഘട്ടത്തിലാണ് കുട്ടി. കുട്ടിക്ക് വേണമെങ്കിൽ അപ്പാപ്പനൊന്ന് മാറ്റി എടുക്കാൻ കിട്ടും. അതായത് വേണമെങ്കിൽ ഞാൻ സ്റ്റൈലായ വിഷയവും കേട്ടാ. എന്റെ ഡ്രസ്സൊക്കെ മാറ്റി എന്റെ മുടിയൊക്കെ ഒന്ന് വെട്ടി കണ്ണാടിയൊക്കെ മാറ്റി താടിയൊക്കെ ഒന്ന് മേടിച്ച് ഞാൻ വീട്ടിൽ സാറും ഞാൻ വിഷയാവും. എന്നാ അപ്പാപ്പ അമ്മക്ക് അച്ഛനെ മറ്റേ ലുക്ക് മാറ്റിയാലോ? പക്ഷെ എന്റെ കൂടെ ഉണ്ടാവണം. പക്ഷെ കാരണം ലുക്ക് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഈ ലുക്കിലോട്ട് എനിക്ക് പറ്റുന്നില്ല. ഞാനൊരു കാര്യം പറയാം, നമ്മളൊരാളുടെ ലുക്ക് വൈസ് അല്ലല്ലോ ജീവിച്ചല്ലേ പുള്ളി, എത്ര ജീവിക്കും അറിയത്തില്ല. നമ്മളൊരാളുടെ മനസ്സറിഞ്ഞല്ലേ ആളെ അതാണ് ഈ പറയുന്ന പ്രഭാകരൻ തന്നെ ഇപ്പൊ പോകുന്ന വഴിക്ക് ചാവടിയാവോ ആരറിയുന്നു. നമ്മുടെയൊക്കെ ജീവിതം അത്ര ഉള്ളടി പെണ്ണേ. ഞാൻ പറഞ്ഞില്ല പുള്ളിക്കാരെ എപ്പോഴും തട്ടിപ്പോകും. പുള്ളിക്കാരൻ മറ്റേ മരണക്കിടക്കെ കിടന്ന് കൊല്ലുക, പുറത്തൊക്കെ എടുക്കുക, ഓടുക. സങ്കടാണ് അപ്പൊ നമ്മളൊന്ന് ചില്ല് നമുക്ക് മറ്റേ DJ പാർട്ടിക്കും എല്ലാം പോവാടി. അറിയാലോ അവള് ഒരേ വൈബായ പിന്നെ പിള്ളേ പറത്തില്ലേ ഈ കാലത്ത് പിള്ളേത്തെ പറത്തില്ലേ വൈബ് അങ്ങനോ അതെ ഞാൻ വൈബാണ് മകൻ വൈബാണ്. പാട്ടൊന്ന് വെച്ച് നോക്കിയേ. ഇപ്പൊ ഈ പ്രായം 90 ആണെങ്കില് ഡാൻസ് കളിക്കുന്നതിനൊന്നും ഒരു കുറവില്ലടി. ആടി നടക്കാൻ വയ്യാത്ത എനിക്ക് എന്നെ നിന്റെ വാട് പോരാ വയ്യല്ല. പാട്ടിടുവോ? അപ്പച്ചന്റെ പേരെന്തിനായിരുന്നു? അപ്പച്ചനാണോ? പ്രഭാകരൻ പ്രഭു. അതെ ഞാനൊരു കാര്യം ചോദിച്ചാ കുട്ടി സത്യം പറയാം. എന്താ കുട്ടിയുടെ ഫേസ്ബുക്ക് ഐഡി എനിക്ക് എന്തെങ്കിലും തിരിച്ചു പോക്ക് ചെയ്താ മതി. എനിക്ക് ഇൻസ്റ്റ ഉണ്ട്, ഫേസ്ബുക്ക് അവിടെ എനിക്കറിയത്തില്ല. നമ്മള് ശരിക്കും ഫ്രീക്കാണ്. പഴയ ഫ്രീക്ക് ടീംസ് ആണ്. അതെ ലൈക്ക് തരണോ പറഞ്ഞാ മതി. വൈബ് കണ്ട ചെക്കന്റെ വൈബ് കണ്ട ഒരു പാട്ടം കിടറാ മോനെ.
ഫേസ്ബുക്ക് ഐഡി പറഞ്ഞില്ലട്ടാ, ഞാൻ പീതാംബരം പോപ്സ്. പക്ഷെ ഞാൻ ഫേസ്ബുക്ക് അധികം അപ്പച്ച യൂസ് ചെയ്യാറില്ല. ഞാൻ പണ്ട് ജസ്റ്റിൻ ബീബറിന്റെ DP ആയിരുന്നു ഇട്ടിരുന്നത്. ഫ്രീക്ക് ബൈ. ആണോ? എനിക്ക് ഫേസ്ബുക്കിൽ അപ്പച്ച ഈ ഫേസ്ബുക്കിലെ പേര് പറഞ്ഞോട്ടോ പീതാംബരം. ഞാൻ പീതാംബരൻ പോപ്സ്. ഇത് എന്റെ പറയടാ. ഞാൻ പ്രഭാകരൻ സ്മോക്കി. സ്മാക്കി. സ്മോക്കി